ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള കമ്പനികളുടെ ഓഹരികൾ കുതിച്ചുയരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്നുള്ള റാലിയിൽ ചന്ദ്രബാബു നായിഡു ലിങ്ക്ഡ് സ്റ്റോക്കുകൾ കുതിച്ചുയരുന്നു. നിക്ഷേപകർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള 10 കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അമര രാജ എനർജി മൊബിലിറ്റി ലിമിറ്റഡ്. ഈ പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും 1985 സ്ഥാപിതമായ കമ്പനി സമഗ്രമായ ഊർജ്ജ മൊബിലിറ്റി സൊല്യൂഷൻ പ്രൊവൈഡർ ആകാനുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിനായി 2023 അതിന്റെ പേര് അമര രാജ എനർജി ആൻഡ് മൊബിലിറ്റി എന്നാക്കി മാറ്റി. ബാറ്ററി മാത്രമുള്ള ഓഫറുകളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇത്. വൻകിട ടെലികോം കമ്പനികൾ, ഇന്ത്യൻ റെയിൽവേ, പ്രമുഖ എണ്ണവാത കമ്പനികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന വിതരണക്കാരനാണിത്. മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹോണ്ട മോട്ടോർ സൈക്കിൾസ്, സ്കൂട്ടേഴ്സ് ഇന്ത്യ എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും ഇത് ബാറ്ററികൾ വിതരണം ചെയ്യുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 11,361 കോടി രൂപ വരുമാനവും 905.9 കോടി രൂപ അറ്റാദായവും രേഖപ്പെടുത്തി. 2. ഹെറിറ്റേജ് ഫുഡ്സ്. പാലുൽപ്പന്നങ്ങളുടെ മുൻനിര നിർമ്മാതാക്കളിൽ ഒരാളായ ഇത് കാലിത്തീറ്റയിലും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ വ്യവസായങ്ങളിലും പ്രവർത്തിക്കുന്നു. 2017 റിലയൻസ് റീറ്റെയിലിന്റെ ഡയറി ബിസിനസ് ഏറ്റെടുക്കൽ പൂർത്തിയാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം 45% വർധനവുണ്ടായി. ജൂൺ 4-ന് 455.45 രൂപയായിരുന്നത് ജൂൺ 7-ന് 661.25 രൂപയായി ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 3,746.3 കോടി രൂപയായിരുന്നു വരുമാനം. 91 കോടി ലാഭവും. ജൂൺ 3-ലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇതേ കാലയളവിൽ സ്റ്റോക്ക് 55% ഉയർന്നു. 3. രാംകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സിമന്റ് നിർമ്മാണം, ഫൈബർ സിമന്റ് ഉൽപ്പന്നങ്ങൾ, കോട്ടൺ നൂൽ, വിവരസാങ്കേതിക വിദ്യ എന്നിവയിൽ ഗ്രൂപ്പിന് വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങളുണ്ട്. അതിന്റെ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സിമന്റ് നിർമ്മാണമായ രാംകോ സിമന്റ്സും ഉൾപ്പെടുന്നു. ഫൈബർ സിമന്റ് ഷീറ്റുകളും കാൽസ്യം സിലിക്കേറ്റ് ബോർഡുകളും നിർമ്മിക്കുന്ന രാംകോ ഇൻഡസ്ട്രീസ് പൈപ്പ് സംവിധാനങ്ങൾക്കും കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും പരിഷ്കരണത്തിനും ഉപയോഗിക്കുന്നു. കൂടാതെ രാംകോ സിസ്റ്റംസ് എന്റർപ്രൈസ് സൊല്യൂഷനുകളിൽ പ്രവർത്തിക്കുന്നു. 2024 രാംകോ സിമന്റ്സ് 9,392.2 കോടി രൂപ വരുമാനവും 395 കോടി രൂപ അറ്റാദായവും റിപ്പോർട്ട് ചെയ്തു. രാംകോ ഇൻഡസ്ട്രീസിന്റെ വരുമാനം 1,333.6 കോടി രൂപയും അറ്റാദായം 59.6 കോടി രൂപയും. കൂടാതെ രാംകോ സിസ്റ്റംസ് 275.7 കോടി രൂപ വരുമാനവും 113.2 കോടി രൂപ അറ്റ നഷ്ടവുമാണ്. 4. അരബിന്ദോ ഫാർമ ലിമിറ്റഡ്. ഹൈദരാബാദിലെ HITEC സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അരബിന്ദോ ഫാർമ ലിമിറ്റഡ്. 1986 സ്ഥാപിതമായ ഈ ഫാർമ കമ്പനി കണ്ടെത്തൽ, വികസനം, വാണിജ്യവൽക്കരണം എന്നിവയിൽ പ്രവർത്തിക്കുന്നു. ചെലവ് കുറഞ്ഞ മരുന്ന് വികസനവും നിർമ്മാണവും താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കലും ആണ് ഇതിന്റെ ശക്തികളിലൊന്ന്. 2024 ഇത് 11,261.7 കോടി രൂപ ടോപ്പ് ലൈനും 1,954.1 കോടി രൂപയും റിപ്പോർട്ട് ചെയ്തു. 5. NCL ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. നാഗാർജുന സിമന്റ് ബ്രാൻഡ് പ്രവർത്തിക്കുന്ന NCL കമ്പനിക്ക് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിർമ്മാണ സൗകര്യങ്ങളും 2 ക്യാപ്റ്റീവ് ജലവൈദ്യുത നിലയങ്ങളുമുണ്ട്. 80കളുടെ അവസാനത്തിൽ കമ്പനി ബിസിനസ് വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങി. പിന്നീട് അത് പ്രീഫാബ് ഹൗസിംഗിലേക്കും കണ്ടെയ്നർ നിർമ്മാണത്തിലേക്കും വൈവിധ്യവൽക്കരിച്ചു. 24 സാമ്പത്തിക വർഷത്തിൽ ഇത് 1,889.6 കോടി രൂപ വരുമാനവും 94.2 കോടി രൂപ അറ്റാദായവും നേടി. 6. പെന്നാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കോൾഡ് റോൾഡ് സ്റ്റീൽ സ്ട്രിപ്പുകൾ നിർമ്മിച്ച് പെന്നാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അതിന്റെ ബിസിനസ് ആരംഭിച്ചു. CR ട്യൂബുകൾ, കോൾഡ് റോൾഡ് ഫോം സെക്ഷനുകൾ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപിറ്റേറ്ററുകൾ, പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് സിസ്റ്റങ്ങൾ, ഷീറ്റ് മെറ്റൽ ഘടകങ്ങൾ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ഒരു മൾട്ടി ലൊക്കേഷൻ, മൾട്ടി പ്രൊഡക്റ്റ് കമ്പനിയാണ്.
പ്രത്യേകിച്ചും ഓട്ടോമോട്ടീവ് വ്യവസായത്തെ പരിപാലിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിലും മറ്റ് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകളിലും ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. 2024 അതിന്റെ വരുമാനം 2495 കോടി രൂപയും അറ്റാദായം 59.3 കോടി രൂപയുമാണ്. 7. ഡെക്കാൻ സിമന്റ്സ് ലിമിറ്റഡ്. 1979 സ്ഥാപിതമായ ഈ സിമന്റ് നിർമ്മാതാവിന് ഒറിൻഡറി പോർട്ട്ലാൻഡ് സിമന്റ്, പോർട്ട്ലാൻഡ് പോസോളാന് സിമന്റ്, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമന്റ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു ഉൽപ്പന്ന മിശ്രിതമുണ്ട്. താപ, കാറ്റ്, ജലവൈദ്യുതി എന്നിവയിൽ പ്രവർത്തിക്കുന്ന ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകളും കമ്പനിക്കുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 815 കോടി രൂപ വരുമാനവും 35.4 കോടി രൂപ അറ്റാദായവും രേഖപ്പെടുത്തി. 8. നാറ്റ്കോ ഫാർമ ലിമിറ്റഡ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് നാറ്റ്കോ ഫാർമ. കമ്പനി പൂർത്തിയാക്കിയ ഡോസേജ് ഫോർമുലേഷനുകൾ, സജീവ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളും വിള ആരോഗ്യശാസ്ത്ര ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നു. ഇതിന് അന്തർദേശീയ സാന്നിധ്യമുണ്ട്. 2022 മാർച്ച് വരെ 2 സ്റ്റെപ്പ് ഡൗൺ സബ്സിഡിയറികൾ ഉൾപ്പെടെ 8 അന്താരാഷ്ട്ര അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 3673.6 കോടി രൂപ വരുമാനവും 1306.6 കോടി രൂപ അറ്റാദായവും രേഖപ്പെടുത്തി. 9. ആന്ധ്ര ബാങ്ക്. ഭാരതത്തിലെ ദേശസാൽകൃത ബാങ്കുകളിൽ ഒന്നാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആന്ധ്ര ബാങ്ക്. 1923 സ്ഥാപിതമായ ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ ഭോജരാജ് പട്ടാഭി സീതാരാമയ്യ ആണ്. യൂണിയൻ ബാങ്കിന്റെ 100% അനുബന്ധ സ്ഥാപനമായ ആന്ധ്ര ബാങ്ക് 1991 വാടകയ്ക്കെടുക്കുന്നതിനും വാങ്ങുന്നതിനും പാട്ടത്തിനെടുക്കുന്നതിനുമായി സംയോജിപ്പിച്ചു. 1992 ഒരു ബാങ്കായി പ്രവർത്തനം നിർത്തി ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായി തുടർന്നു. 2019 ഇത് 14,172 കോടി രൂപ വരുമാനവും 6,200 കോടി രൂപയിലധികം അറ്റ നഷ്ടവും റിപ്പോർട്ട് ചെയ്തു. 2020 ഏപ്രിലിൽ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. 10. കോസ്റ്റൽ കോർപ്പറേഷൻ. ടെക്സാസിലെ ഹൂസ്റ്റണിലെ ഗ്രീൻവേ പ്ലാസയിലെ നിയൻ ഗ്രീൻവേ പ്ലാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈവിധ്യമാർന്ന ഊർജ്ജ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കമ്പനിയാണ് കോസ്റ്റൽ കോർപ്പറേഷൻ. 1981 സ്ഥാപിതമായ കമ്പനി അക്വാകൾച്ചർ സമുദ്രോൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും US, കാനഡ, UAE, ഓസ്ട്രേലിയ, ചൈന, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. 2024 430 കോടി രൂപ വാർഷിക വരുമാനവും 8.2 കോടി രൂപ അറ്റാദായവും റിപ്പോർട്ട് ചെയ്തു. കൺക്ലൂഷൻ. ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TDP വീണ്ടും അധികാരത്തിൽ വന്നു മുതൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനുകളിൽ കമ്പനിയുടെ ഓഹരികൾ 30%-ലധികം ഉയർച്ചയുണ്ടായി. കമ്പനികളുടെ ഓഹരികൾ ഓഹരി വിപണിയിൽ നിർത്താതെ കുതിച്ചുയരുന്നത് കാണാം. തുടർന്നും ഉയർച്ച പ്രതീക്ഷിക്കാം. Thank you.